അമേരിക്കയിൽ നിന്ന് ഏതാനും ദിവസം മുമ്പ് നാട്ടിലെത്തിയ രണ്ട് സഹോദരിമാർ, ആൻ ഫിലിപ്പ് 35 വയസ്സ്, മീര ഫിലിപ്പ് 32 വയസ്സ്, രണ്ടുപേരും കന്യാകുമാരിയിൽ കടലിൽ മുങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടു. അപ്പോൾ അവരുടെ മരണം ദുരൂഹമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനെപ്പറ്റി കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ കാര്യമായ റിപ്പോർട്ടുകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരേ ഒരു സന്ദേഹം ഇരിക്കുന്നത്, അവർ അമേരിക്കയിൽ നിന്ന് പോയി എന്ന് പറയുന്നു. അവരെവിടെ നിന്നാണ് പോയത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആർക്കും വിവരമില്ല. അമേരിക്കയിൽ എവിടെ നിന്ന്, അവരെന്തായിരുന്നു ജോലി ചെയ്തിരുന്നത്, ഇവിടെ അവരുടെ ബന്ധുക്കളും അവരുടെ ഫാമിലിയൊക്കെ എവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്, അവരാരൊക്കെ, അത് വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് കിട്ടുമായിരിക്കും. എന്തായാലും ഈ പത്ര റിപ്പോർട്ടുകളെ നമ്മൾ മുഴുവനായിട്ട് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പത്രങ്ങൾ പറയുന്നത് അവർ അമേരിക്കയിൽ എവിടെ നിന്നാണ് പോയത് പിന്നെ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അതേസമയം തന്നെ ഇവർ കിടങ്ങൂർ സ്വദേശികളാണ്. അവരുടെ ഫോൺ നമ്പറും വീട്ടിലെ വിവരങ്ങളും എല്ലാം ഉണ്ട് റിപ്പോർട്ടുകളിലെല്ലാം. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ വിവിധ സ്ഥലങ്ങൾ ഏതാനും ദിവസം മുമ്പ് വിവിധ സ്ഥലങ്ങളെല്ലാം സഞ്ചരിക്കാനായിട്ട് പോയി. അപ്പം അതിൽ തന്നെ ഒരു അസ്വാഭാവികതയില്ലേ, രണ്ട് സഹോദരിമാർ മാത്രമായിട്ട് പല സ്ഥലങ്ങളും പുണ്യസ്ഥലങ്ങളും രാമേശ്വരം മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചു. പിന്നെ കന്യാകുമാരിയിൽ വന്ന് ഈ 25-ാം തീയതി റൂമെടുത്തു. അതിനുശേഷം പിന്നീട് അവരെ കാണാതെ വന്നപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ് ഹോട്ടലുകാർ പോലീസിനെ അറിയിക്കുന്നത്. പോലീസ് വന്ന് അന്വേഷണമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് വീട്ടുകാരെ അറിയിച്ചു, കാരണം ഫോൺ നമ്പർ ഉണ്ടായിരുന്നു. വീട്ടുകാരെ അറിയിച്ചു, വീട്ടുകാരെല്ലാം അങ്ങോട്ടെത്തി. അതിൻ്റെ ഇടയിൽ അന്വേഷണം നടക്കുന്നതിനിടയിലാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ നിന്ന് ഈ 2 മൃതദേഹങ്ങളും കണ്ടെടുത്തത്. അപ്പം വളരെ സങ്കടകരമായൊരു കാര്യം. പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് അറിഞ്ഞുകൂടെ. മുങ്ങി മരിച്ചതാണോ, മരണമാണോ, അതോ മറ്റെന്തെങ്കിലും ആത്മഹത്യയാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിനി അറിയേണ്ടിയിരിക്കുന്നത്. എങ്ങനെയായിരുന്നാലും ഈ മരണം നമ്മയെല്ലാം വേദനിപ്പിക്കുന്നു, എല്ലാവരെയും മൊത്തത്തിൽ. 2 യുവതികൾ. അപ്പോൾ ഇവരുടെ രണ്ടുപേരും ഇപ്പോൾ അമേരിക്കയിലൊക്കെ ജീവിച്ച ആളുകളാണെങ്കിൽ ഇവർ തമ്മിൽ തനിയെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിക്കാനൊക്കെ പോകുന്നതിൽ അതിശയിക്കാനൊന്നുമില്ല. അതിനുള്ള ധൈര്യവും പരിചയവും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമല്ലോ. അതിനുള്ള ഈ നാട്ടിൻ്റെ സ്ത്രീകളെ പോലെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പുരുഷന്മാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ള ചിന്താഗതിയൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ എന്തായാലും ഇതിലെ ആ ദുരൂഹത ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് അറിയേണ്ടിയിരിക്കുന്നത്. മുങ്ങി മരിച്ചതാണോ, അപകടം മൂലമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപായപ്പെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നങ്ങളാണോ ഇത് അറിയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കാത്തിരിക്കാം. അതുപോലെ തന്നെ അമേരിക്കയിൽ അവരുടെ ബന്ധുക്കൾ, അവരുടെ വീട്ടുകാർ നമുക്ക് കൃത്യമായ വിവരം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ആരെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ആ വിവരം തരികയാണെങ്കിൽ നന്നായിരുന്നു, നമുക്ക് ബന്ധപ്പെടാനും. നമ്മൾ എന്തായാലും ഒളിച്ചു വെക്കേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെയുള്ളത്. അത് അറിയുന്നത് സമൂഹം എങ്ങനെയായാലും നാട്ടിൽ അറിയുകയും ചെയ്യും. എന്തായാലും ആ പരേതർക്ക് നമ്മൾ അഞ്ജലി അർപ്പിക്കുന്നു, അവരുടെ ആത്മാക്കൾക്ക് ശാന്തി നേരുന്നു.